BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. Desire Colorical Bazaar near Private Bus Stand, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal The Complete Family Shopping near Private Bus Stand, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരായി ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. Super Featherlight Wedding Silk Collections for the young India from Kalyan Silks. ചെറിയൊരു തുക റിലയൻസിൽ നിക്ഷേപിക്കൂ. ഇതുപോലെ നിങ്ങളുടെ സമ്പാദ്യവും ഇരട്ടിയാകട്ടെ. റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, പുളിമൂട്ടിൽ ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, D11, ഓപ്പോസിറ്റ് കളരിക്കൽ ബസാർ, പാലാ റോഡ്, തൊടുപുഴ. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. പ്രസിദ്ധ സിനിമാ താരം ഗായത്രി സുരേഷ് ഏപ്രിൽ 13 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവിധ പാർട്ടി ഓർഡറുകളും ഹോം ഡെലിവറി സൗകര്യവും. ആര്യാസ് വെജിറ്റേറിയൻ AC ഫാമിലി റെസ്റ്റോറന്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടന്നു. ദുഃഖവെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ പരിഹാര പ്രദക്ഷിണം നടന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ സമർപ്പണം ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് നിർവഹിച്ചു. ജൂനിയർ JC വിംഗ്, മലാല JJ വിംഗിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കും. തൊടുപുഴ ക്ഷേത്രത്തിന് സമീപമുള്ള കൗസ്തുഭം ഹോട്ടൽ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. കുറ്റക്കാരെ പിടികൂടണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ.
മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു ആഘോഷത്തോടനുബന്ധിച്ച് ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് വിഷു കൈനീട്ടം സമ്മാനിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. 50 ദിവസത്തെ നോമ്പാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിന് ഒരുങ്ങി. പുലർച്ചെ വിവിധ ദേവാലയങ്ങളിൽ ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടക്കും. BBC-യുടെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. തൊടുപുഴ ടൗൺ പള്ളിയിൽ നിന്നും ഡിവൈൻ മേഴ്സി ഷ്രൈനിലേക്ക് ദുഃഖവെള്ളിയാഴ്ച പരിഹാര പ്രദക്ഷിണം നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ചാലാശ്ശേരി കുരിശുമലയിലേക്ക് വെള്ളിയാഴ്ച പരിഹാര പ്രദക്ഷിണം നടന്നു. ചാലാശ്ശേരി പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്ന അവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേപ്പോലെ പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ.
യേശുദേവന്റെ പീഡാനുഭവ സ്മരണകൾ ഉണർത്തി വിശ്വാസികൾ അറക്കുളം തുമ്പച്ചി കുരിശുമലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ നേതൃത്വത്തിലാണ് കുരിശിന്റെ വഴി നടത്തിയത്. ലോവർ കുളമാവ് മുത്തിയൂരണ്ടയാർ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും 8ാമത് തുമ്പച്ചി കാൽനട തീർത്ഥാടനം നടത്തി. കാൽനട തീർത്ഥാടനത്തിന് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കോലോത്ത്, കൈക്കാരന്മാരായ മാത്തുക്കുട്ടി കുളമ്പള്ളി, ജിജോ കീരമ്പനാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഞ്ചിരി സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവകങ്ങളുടെ നേതൃത്വത്തിൽ പരിഹാര പ്രദക്ഷിണം നടത്തി. വികാരി ഫാദർ സിറിയക് ഞാളൂർ, ഫാദർ ടോമി മാളിയേക്കൽ, ഫാദർ സേവ്യർ ചേമ്പളാങ്കൽ, കൈക്കാരന്മാരായ ജോസ് കിഴക്കൽ, ഔസേപ്പച്ചൻ ഇലഞ്ഞിക്കൽ, KCYM പ്രസിഡന്റ് മാത്യു കിഴക്കേടത്ത്, ഡെബിൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായെ, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഗാഗുൽത്താ മലയിൽ അങ്ങ് രക്തം ചിന്തിക്കൊണ്ട് സമർപ്പിച്ച ആ ദിവ്യബലിയിൽ ആത്മനാ പങ്കുകൊള്ളുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശിരസിൽ മുൾമുടി ധരിച്ചും തോളിൽ കുരിശു വഹിച്ചും അങ്ങ് ഗാഗുൽത്തായിലേക്ക് പോയ ആ വഴിയിൽ അങ്ങേ ദിവ്യമാതാവിനോടൊത്ത് ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. മാനസികമായ അങ്ങയുടെ ക്ലേശങ്ങൾക്കും ശാരീരികമായ അങ്ങയുടെ പീഠാസഹനങ്ങൾക്കും ഞങ്ങളുടെ പാപങ്ങളാണല്ലോ കാരണമായത്. കർത്താവേ, ഞങ്ങളുടെ പാപം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ സമർപ്പണം ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് നിർവഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. ഏതൊരു കലാകാരനും കലാകാരിക്കും ഈ ഒരു സ്റ്റേജിൽ പാടാനൊരു അവസരം കിട്ടണമെന്ന് അവരെങ്ങനെ ആഗ്രഹിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കർമ്മം നടത്താൻ എനിക്കൊരു അവസരം ഭഗവാൻ തന്നത് തന്നെ ഞാൻ 7 ജന്മം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിരിക്കണം. കൈയടിക്കാൻ കേട്ടോ, ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷുവായിട്ടൊക്കെ ഇങ്ങനെ ലുബ്ധിക്കാൻ തുടങ്ങി എങ്ങനെ ചുമ്മാ കൈ തട്ടുന്ന ആർക്ക് നഷ്ടം? നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. അത് ഒരാൾ കൈയടിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ ഇവർ ചൊല്ലിയപ്പോൾ തന്നെ എല്ലാവരും കൂടെ ചേരുമ്പോൾ അത് ശ്രുതിയിലാണോ താളത്തിലാണോ ടെമ്പോയിലുണ്ടോ എന്നൊന്നും അല്ല.
ആ ഒരു യൂണിറ്റിയിലൊരു ഹാർമണി ഉണ്ട്. അതാണ് ആ ഭക്തി, അതാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ ഓരോരുത്തരിലും നന്മയുണ്ട്. ഇനിയും നമ്മുടെ മനസ്സുകളിലെ നന്മ വർദ്ധിക്കണം. ഈ തിന്മയൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും ഒഴിയണം ഈ ഒരു ദിവസം തൊട്ടെങ്കിലും എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അവനറിയാൻ വയ്യാതായിട്ടൊന്നുമില്ല. വാരണാസ്യം വരപ്രദം ശ്രീവാരണാസ്യം വരപ്രദം ശ്രീവാരണാസ്യം വരപ്രദം ശ്രീ വാദവീരനവതിം ഭജേഹം. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. പ്രസിദ്ധ സിനിമാ താരം ഗായത്രി സുരേഷ് ഏപ്രിൽ 13 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, തൊടുപുഴ. ഏഴല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച പരിഹാര പ്രതിഷ്ഠ നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തന്റെ വസ്ത്രങ്ങളെല്ലാം പത്താം സ്ഥലം ദിവ്യനിഷ്ഠന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും മേലങ്കി തയ്യൽ കൂടാതെ എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് കൈകാൽ തറച്ചിടുന്നു. ഞങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷാൽ അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. പണിക്കൻകുടി സെന്റ് മരിയ വിയാനി പള്ളിയിലെ ഇടവകാംഗങ്ങൾ ദുഃഖവെള്ളിയാഴ്ച കരിമല ഫാത്തിമ മാതാ പള്ളിയിലേക്ക് കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തി. ഫാദർ ജോസഫ് പൊരിമറ്റം സന്ദേശം നൽകി. ഫാദർ ജോസഫ് കട്ടക്കയം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമ്മച്ചിക്ക് ജപമാല ചെയ്യാൻ പോലെ അതിന്റെ മുത്തുകളൊക്കെ അതിലുണ്ടല്ലോ. ഈ കുരിശിന്റെ പെട്ടെന്ന് അമ്മച്ചിയുടെ മുഖം ഒന്ന് മാറി, മുഖത്ത് ദേഷ്യം വന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, കുരിശില്ലാത്ത ജപമാല എന്ന ജപമാല പാകം ചെയ്തത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കമ്മിറ്റി അംഗങ്ങൾക്കും കൈക്കാരന്മാർക്കും ഏറെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അത് സ്പോൺസർ ചെയ്ത് സാമ്പത്തികമായിട്ട് സഹായിച്ചവരുണ്ട്. അവരെയും തൊടുപുഴ ടൗൺ പള്ളിയിൽ പെസഹ വ്യാഴാഴ്ച കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. പള്ളി വികാരി ഫാദർ ജോസ് പുല്ലോപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ജൂനിയർ JC വിംഗ് മലാല JJ വിംഗ്സിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 17 മുതൽ 19 വരെ തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ വെച്ച് കുട്ടികൾക്കായി ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വഴിത്തല JC's പ്രസിഡന്റ് ശ്രീജിത്ത് ശ്രീധർ, മലാല JJ വിംഗ് ചെയർമാൻ സിറിയക് ജോൺസ്, ഡയറക്ടർ സെബി കെ ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജൂനിയർ ടീം പ്രസ്ഥാനത്തിന്റെ കുട്ടികളുടെ വിഭാഗമാണ് ജൂനിയർ JC വിംഗ്. ജൂനിയർ JC വിംഗ് വിഭാഗത്തിന്റെ നാഷണൽ അവാർഡ് വിന്നറായ മലാല JJ വിംഗിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തുന്ന പരിപാടിയാണ് സ്പെക്ട്രം 2017. 17, 18, 19 ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഇതിനുള്ള പരിശീലന സമയം. ലേണിംഗ് ബൈ ഡൂയിങ്, സൈബർ സേഫ്, സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം, സ്ത്രീകൾക്കും പ്രശസ്ത ഗിന്നസ് റെക്കോർഡ് ഹോൾഡറായ ജോബ് പട്ടാസ് നയിക്കുന്ന മാജിക് വേർഡ്സ് റിവേഴ്സ് സിംഗിങ് ഷോ, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്, അതായത് ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ നമുക്ക് സംസാരിക്കാം. വനിതകൾക്കായിട്ടുള്ള ഒരു സ്വയം പ്രതിരോധ ശില്പശാലയാണ് ഷീൽഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഏപ്രിൽ 18-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1:45-നും 4 മണി വരെയാണ് അത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജയറാണി പബ്ലിക് സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ്, ജയറാണി പബ്ലിക് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ആദിവാസി ഭൂമിയിലെ കയ്യേറ്റങ്ങളോടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് ഗോത്രമഹാസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായ M. ഗീതാനന്ദൻ, കുഞ്ഞമ്മ എംബ്ലാശ്ശേരി, PG ജനാർദ്ദനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വനാവകാശമുള്ള ഭൂമിയിലുള്ള ഏതൊരു കയ്യേറ്റവും കുറ്റകൃത്യമാണ്. അവർക്ക് അത് റിപ്പോർട്ട് ചെയ്താൽ ഉടനടി ജില്ലാ കലക്ടർ മോണിറ്ററിംഗ് കമ്മിറ്റി അധ്യക്ഷനായ സമിതി SC/ST അട്രോസിറ്റി ആക്ടിന്റെ പേരിൽ ഉൾപ്പെടുത്തി കയ്യേറ്റക്കാർക്കെതിരെ കേസെടുക്കുന്ന നോൺ ബെയിലബിൾ ഓഫൻസ് ആണ്. ഇത് നോൺ ബെയിലബിൾ ഓഫൻസ് ആക്കുന്നത് 2015 പാർലമെന്റ് പാസാക്കിയ നിയമ ഭേദഗതികളുണ്ട്. SC/ST അതിക്രമ നിയമം അനുസരിച്ച് പട്ടികജാതിയുടെ പട്ടികവർഗക്കാരുടെ ഭൂമി കൈവശം വയ്ക്കുന്നത് കയ്യേറുന്നത് നിയമവിരുദ്ധമാണ്. അത് വനാവകാശ ഭൂമിയെ കൂടി ഭാഗമാക്കുന്നതാണ് ഭേദഗതി. അപ്പൊ ഈ വസ്തുക്കളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇന്ന കയ്യേറ്റക്കാരുണ്ട്, ഇന്ന രീതിയിലാണുള്ളത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെതിരെയും കേസെടുത്തില്ല എന്നൊക്കെ നോക്കുന്നത്. ഞങ്ങളിപ്പോൾ 3-4 മാസമായി ഇതിന്റെ പിന്നിൽ കൺസിസ്റ്റന്റ് ഉണ്ട് എങ്കിലും ഒരു നടപടിയും ജില്ലാ ഭരണകൂടം എടുത്തിട്ടില്ല. അപ്പൊ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ നിലപാടിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. അനാവശ്യമായ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുക എന്നതിലപ്പുറം പാവപ്പെട്ടവരുടെ ഭൂമി സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കാഴ്ചപ്പാട് ഉണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. ഇതാണ് നമ്മുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ ആശങ്ക. കാരണം ഇത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഞങ്ങളിത് കേരളത്തിലും ദേശീയ തലത്തിലും ദേശീയ ഗവൺമെന്റിലും ദേശീയ തലത്തിൽ തന്നെ വനാവകാശ നിയമത്തിന് ഒട്ടേറെ മോണിറ്ററിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. ആ സംവിധാനത്തിന്റെ വക്താക്കളെയൊക്കെ ഞങ്ങളിത് അറിയിക്കും. ആ നിലക്ക് പ്രശ്നത്തെ ദേശീയവൽക്കരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കും. അതുകൊണ്ട് അതിന്റെ ഭാഗമായി ഗോത്രമഹാസഭയുടെ സംസ്ഥാന പ്രസിഡിയം കമ്മിറ്റിയുണ്ട്. സംസ്ഥാന അധ്യക്ഷ വേദി എന്ന് പറയുന്നതാണ്. മൂപ്പന്മാരും വലിയ വലിയ ഓരോ മേഖലയുടെ തലവന്മാരാണ് ഞങ്ങളുടെ ഗോത്രമഹാസഭ പ്രസിഡിയത്തിലുള്ളത്. 35ഓളം പേരാണ് അതിലുള്ളത്. അതിന്റെ വക്താക്കൾ മുഴുവൻ തന്നെ തൊടുപുഴയിൽ 17-ാം തീയതി ഉച്ചകഴിഞ്ഞ് എത്തിച്ചേരും. അതിന്റെ സ്റ്റേറ്റ് പ്രസിഡിയം യോഗത്തിൽ സമരം വിപുലീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായുള്ള തീരുമാനമാണ്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള കൗസ്തുവം ഹോട്ടൽ തകർത്തതായി പരാതി. വിഷുവിന്റെ ദിവസം രാവിലെ ഹോട്ടൽ തുറക്കാനായി എത്തിയപ്പോഴാണ് ഹോട്ടൽ തകർത്ത നിലയിൽ കണ്ടത്. ഹോട്ടലിനുള്ളിലെ ഫർണിച്ചറും മറ്റും സാധനങ്ങളും പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിലാണ്. സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ട ഒരു തൊഴിലാളിയുമായി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു തീർത്തിരുന്നു. നമ്മുടെ പണിക്കാർ ഇവിടെ തിരിഞ്ഞു പോയ പണിക്കാർ ഇന്നലെ 4 മണിക്ക് വന്നോട് വഴക്കുണ്ടാക്കി കടയടച്ച് പോയ ശേഷം രാത്രി ഇവിടെ പണിക്കാരെല്ലാം തല്ലി തകർക്കുകയും അവൻ തന്നെ അവൻ്റെ ഫോൺ അടയ്ക്കാതെ കിടന്ന് വിളിച്ചിട്ടുണ്ട്. പൈസ എല്ലാം കൊടുത്ത് തിരിച്ചു വിട്ടോ. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം എഴുതി വെച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ വെച്ച് പൈസ കൊടുത്ത് വിട്ടോ. 6 മാസം
തൊടുപുഴ പോലീസ് എത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റ് MN ബാബുവിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും കുറ്റക്കാരായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുവിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകി. ചലച്ചിത്ര സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ശരത്താണ് വിഷു കൈനീട്ടം നൽകിയത്. ഇങ്ങോട്ട് പോന്നേ പുറത്തു കൂട്ടാതെ വടക്ക് ഭാഗത്തുനിന്ന് വരണം. പൂവായിട്ട് വരണം. ഭഗവാന് സന്മാർശാന്തരം ചെയ്തിട്ട് വേണം എല്ലാവരും വിഷുക്കൈനീട്ടം വാങ്ങുവാൻ. ഭഗവാന് സന്മാർശാന്തരം ചെയ്തതിനു ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയാൻ ഏറെയുണ്ടെന്ന് സംഗീത സംവിധായകൻ ശരത്. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സംഗീത കച്ചേരിക്ക് എത്തിയ ശരത് BBC ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി വിഷു. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. ഈ അമ്പലത്തിന് കുറേ ഐതിഹ്യങ്ങളും എന്താ പറയുക, അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നും പറയാതിരിക്കുകയാണെങ്കിൽ ഒരു ദിവസമൊന്നും പോരാ. അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ നമ്മൾ ഒരിക്കലും പറഞ്ഞാൽ തീരാറില്ലല്ലോ. അപ്പോൾ കൃഷ്ണൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും സർവമത ജാതി ആൾക്കാർക്കും ഒരുപോലുണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരുടെയും മനസ്സിൽ നന്മ നിറയട്ടെ, സ്നേഹം നിറയട്ടെ. ഈ നാട്ടിലുള്ള അക്രമങ്ങളൊക്കെ ഭഗവാൻ ഇത് തീർത്തു തരട്ടെ. ഈ വർഷം മുതൽ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് സംഗീത സംവിധായകൻ ശരത്തിന്റെ സംഗീത സദസ് നടന്നു. തൊടുപുഴ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ സബ് ഓഫീസ് ഉദ്ഘാടനം ഏപ്രിൽ 18-ന് കാഞ്ഞാറിൽ നടക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ KE ആന്റണി, സെക്രട്ടറി വിൽസൺ C മാറാട്ടിൽ എന്നിവർ അറിയിച്ചു. രാവിലെ 10:30 ചേരുന്ന യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA സബ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. EM അഗസ്തി XMLA മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാലത്ത് നടത്തിവരുന്ന നീന്തൽ പരിശീലന ക്ലാസിന്റെ അടുത്ത ബാച്ച് ഏപ്രിൽ 17 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ബാച്ചുകൾ രാവിലെയും വൈകുന്നേരവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447223674 എന്ന നമ്പറിൽ ബന്ധപ്പെടണം.
വലിയ മരക്കുരിശുമായുള്ള മലയാറ്റൂർ തീർത്ഥാടനം ശ്രദ്ധേയമായി. വർഷങ്ങളായി വലിയ മരക്കുരിശുമായാണ് മലയാറ്റൂർ തീർത്ഥാടനം നടത്തുന്നതെന്ന് ഇവർ പറഞ്ഞു. കലയന്താനിയിൽ നിന്നുള്ള ഒരു സംഘം വിശ്വാസികളാണ് തുടർച്ചയായി വലിയ മരക്കുരിശുമായി മലയാറ്റൂരിലേക്ക് തീർത്ഥാടനം നടത്തുന്നത്. ചെറുപ്പക്കാരുണ്ട്. എല്ലാവരുടെയും ഒരു സങ്കടവും ത്യാഗം ചെയ്ത് എല്ലാ പരിധി അർപ്പിച്ച് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് സ്വീകരിച്ചുകൊണ്ട് പോവാണ്. ഒരു സഹകൂട്ടാതെ എത്തിയൊക്കെ ചേർന്ന് കയറാൻ ഞങ്ങൾ സാധിക്കുന്ന പ്രതീക്ഷയോടെ കയറ്റാൻ പറ്റും ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. ആദ്യമായിട്ടാണ് പോകുന്നത്. കയറ്റാൻ പറ്റുന്ന ഇത്ര ആൾക്കാരുടെ ആത്മവിശ്വാസമാണ്. തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിഷു ആഘോഷത്തോടനുബന്ധിച്ച് വിഷുക്കണി ദർശനം നടന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന വിഷു ദർശനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടന്നു. ദുഃഖവെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ പരിഹാര പ്രദക്ഷിണം നടന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ സമർപ്പണം ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് നിർവഹിച്ചു. ജൂനിയർ JC വിംഗ് മലാല JJ വിംഗിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കും. തൊടുപുഴ ക്ഷേത്രത്തിന് സമീപമുള്ള കൗസ്തവം ഹോട്ടൽ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. കുറ്റക്കാരെ പിടികൂടണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു ആഘോഷത്തോടനുബന്ധിച്ച് ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് വിഷു കൈനീട്ടം സമ്മാനിച്ചു. എല്ലാ പ്രേക്ഷകർക്കും VBCയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.